ബയോടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. കോംപ്ലക്സ് ടിഷ്യൂ ആയ സൈലത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈലത്തിന്റെ ക്ലാസിഫിക്കേഷനും സൈലം എലമെന്റ്സ് ഏതൊക്കെയാണ്, അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് കോംപ്ലക്സ് ടിഷ്യൂസ്? കോംപ്ലക്സ് ടിഷ്യൂ is a heterogeneous group of living and dead cells. Its cells differ in size, shape, structure and origin. Still, they cooperate for a common function. The important complex tissues in vascular plants are xylem and phloem. They together constitute the vascular or conducting tissue for the transport of water, minerals and organic food. കോംപ്ലക്സ് ടിഷ്യൂ എന്നാൽ ഹെട്രോജീനസ് സെൽസ് ആണ്. ഹെട്രോജീനസ് സെൽസിന്റെ ഗ്രൂപ്പാണ്. ലിവിങ്ങും ഡെഡും ആയിട്ടുള്ള സെൽസിന്റെ ഗ്രൂപ്പാണ്. അവര് സൈസിലും ഷേപ്പിലും സ്ട്രക്ചറിലും ഒക്കെ ഒറിജിനിലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എന്നിട്ടും അവർ കോർപ്പറേറ്റ് ചെയ്യുന്നു. ഫോർ എ കോമൺ ഫംഗ്ഷന് വേണ്ടി അവർ കോർപ്പറേറ്റ് ചെയ്യുന്നു. പ്ലാന്റ്സിലെ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? വാസ്കുലർ പ്ലാന്റ്സിനകത്ത് സൈലം ആൻഡ് ഫ്ലോയം ആണ്. അപ്പോൾ സൈലത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സൈലം? എന്താണ് സൈലം? Conducting tissues of vascular plants responsible for the upward conduction of water and inorganic solids from root. നമുക്കറിയാം അല്ലേ സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? They are conducting tissues of vascular plants. Their function എന്താണ്? Conduction of water and inorganic solids from roots. It forms a continuous channel through roots, stems, leaves, flowers and fruits. ഒരു പ്ലാന്റിന്റെ ഏതൊക്കെ പാർട്ടുണ്ട് ആ പാർട്ടിൽ മൊത്തം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാനലായിട്ട് ഫോം ചെയ്യുന്നത് സൈലമാണ്. ഇറ്റ് ഫോംസ് ദ വുഡ് ആൻഡ് ദ ബൾക്ക് ഓഫ് ദ റൂട്ട്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ്. പിന്നീട് പ്ലാന്റ് മെച്യൂർ ആയതിനു ശേഷം സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ നടന്ന് ഇത് വുഡ് ആൻഡ് ബൾക്ക് ഓഫ് ദ റൂട്ട് ആൻഡ് സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ബൾക്ക് വുഡും ഒക്കെ ആയി മാറുന്നത് സൈലമാണ്. സൈലത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ ഒറിജിൻ സൈലം ഈസ് ക്ലാസിഫൈഡ് ഇൻടു ടു, primary xylem and secondary xylem. Based on the origin, it is classified into two, primary xylem and secondary xylem. പേരുപോലെ തന്നെ primary xylem ഫസ്റ്റ് ഫോം ചെയ്യുന്നതാണ്. It developed from the procambium. പ്ലാന്റ്ലെറ്റ്സിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന xylem vessels ആണ് primary xylem. Secondary xylem എന്താണ്? It developed from vascular cambium during secondary growth. Primary xylem പ്രൈമറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്നു. സെക്കൻഡറി സൈലം സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഫോം ചെയ്യുന്നു. കോമ്പോണൻസ് ഓഫ് സൈലം. എന്തൊക്കെയാണ് സൈലത്തിന്റെ കോമ്പോണൻസ് എന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രക്കീഡ്സ്, വെസൽസ് ഓർ ട്രക്കിയെ, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. കോംപ്ലക്സ് ടിഷ്യൂ ആയ സൈലത്തിന്റെ മേജർ കോമ്പോണൻസ് അല്ലെങ്കിൽ മേജർ എലമെന്റ്സ് ആണ് ട്രക്കീഡ്സ്, വെസൽസ് ഓർ ട്രക്കിയെ, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. ഇതിനകത്ത് തന്നെ സൈലം പാരൻകൈമ മാത്രമാണ് ലിവിങ് ആയിട്ടുള്ളത്. അതേഴ്സ് ആർ ഡെഡ്. ട്രക്കീഡ്സ്, വെസൽസും സൈലം ഫൈബേഴ്സും ഡെഡ് ആണ്. സൈലം പാരൻകൈമ മാത്രമാണ് ത്രൂ ഔട്ട് ലിവിങ് ആയിട്ട് കാണുന്നത്. ട്രക്കീഡ്സ് ആൻഡ് ട്രക്കിയെ ആർ കളക്റ്റീവ്ലി കോൾഡ് ട്രക്കിയറി എലമെന്റ്സ്. ട്രക്കീഡ്സിനെയും വെസൽസിനെയും ടുഗെദർ വിളിക്കുന്ന പേരാണ് ട്രക്കിയറി എലമെന്റ്സ്. ട്രക്കീഡ്സ് ഫസ്റ്റ് എലമെന്റ് ആയ ട്രക്കീഡ്സ് എന്താണെന്ന് നോക്കാം. ട്രക്കീഡ്സ് ആർ ഇലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് ടെർമിനലി ടാപ്പറിംഗ് ഡെഡ് സെൽസ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസ്റ്റ് അറ്റ് മെച്യൂരിറ്റി. മെച്യൂർ ആകുമ്പോൾ അതിന്റെ പ്രോട്ടോപ്ലാസം ഒക്കെ ലോസ്റ്റ് ആയി ഈ സെൽസ് ട്യൂബ് ലൈക്ക് ആയിട്ടുള്ള സെൽസ് ഇൻസൈഡ് ഫുള്ള് എംറ്റി ആയിരിക്കും. ടാപ്പറിംഗ് എൻഡ് ആണ്. ഇവിടെ നോക്കുക, പിക്ചറിൽ നോക്കുക, ടാപ്പറിംഗ് എൻഡ് ആണ്. ടെർമിനറി ടാപ്പറിംഗ് ഡെഡ് സെൽസ് ആണ്. പ്രോട്ടോപ്ലാസ്റ്റ് മെച്യൂരിറ്റിയിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇലോങ്ങേറ്റഡ് ട്യൂബ്സ് ആണ്. ഇൻ ക്രോസ് സെക്ഷൻ ട്രക്കീഡ്സ് അപ്പിയർ പോളിഗണൽ ഓർ സംവാട്ട് റൗണ്ടഡ്. ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സംവാട്ട് റൗണ്ടഡ് അല്ലെങ്കിൽ പോളിഗണൽ ഷേപ്പിലാണ് ഇവ കാണപ്പെടുന്നത്. Their walls are thick, hard and lignified and empty. The end walls are provided with boarded pits through
which water and dissolved substances pass from one cell to the next. ബോർഡേഡ് പിറ്റ്സ്, ഇതിനകത്ത് പിറ്റ്സ് കാണാം, ബോർഡേഡ് ആയിട്ടുള്ള പിറ്റ്സ് ആണ് ഇവയിൽ കാണുന്നത്. Then tracheids are the major conducting cells in gymnosperms. ജിംനോസ്പേംസിനകത്ത് മേജർ ആയിട്ട് വാട്ടർ കണ്ടക്ഷന് സഹായിക്കുന്നത് ട്രക്കീഡ്സ് ആണ്. എക്സെപ്റ്റ് നീറ്റെയിൽസ്, ഓർഡർ നീറ്റെയിൽസ്, നീറ്റം ഒക്കെ വരുന്ന ഓർഡറിനകത്ത് മേജർ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരാണ്? മേജർ വാട്ടർ കണ്ടക്ടിങ് സെൽസ് വെസൽസ് ആണ്, ട്രക്കീഡ്സ് അല്ല. അത് ഓർത്ത് വെക്കുക. ജിംനോസ്പേംസിൽ കോമൺ ആയിട്ട് ജിംനോസ്പേമിൽ ട്രക്കീഡ്സ് ആണ് മേജർ വാട്ടർ കണ്ടക്ടിങ് സിസ്റ്റം. ആൻഡ് ഇൻ സം ആൻജിയോസ്പേമിനകത്തും ട്രക്കീഡ്സ് ആണ് മേജർ വാട്ടർ കണ്ടക്ടിങ് സെൽസ് എന്ന് പറയുന്നത്. ട്രക്കീഡ്സ് ഫൗണ്ട് along with vessels and also in primary and secondary xylem of angiosperm. പ്രൈമറി ആൻഡ് സെക്കൻഡറി സൈലത്തിലും ട്രക്കീഡ്സ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? along with the vessels and also in primary and secondary xylem. ആൻജിയോസ്പേമിനകത്ത് ട്രക്കീഡ്സ് എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്? വെസൽസിന്റെ കൂടെയും പ്രൈമറി ആൻഡ് സെക്കൻഡറി സൈലത്തിന്റെയും കൂടെയാണ്. ഫങ്ഷൻസ് ഓഫ് ട്രക്കീഡ്സ്. എന്തൊക്കെയാണ് ട്രക്കീഡ്സിന്റെ ഫങ്ഷൻസ്? അപ്വാർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഡിസോൾവ്ഡ് മിനറൽസ്. ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ബൈ വിർച്യൂ ഓഫ് ദിയർ ഹാർഡ് ആൻഡ് ഫേം സെക്കൻഡറി വാൾ. ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്ത് ഇവയുടെ വാൾ എന്താവുന്നു? ഹാർഡ് ആവുന്നു. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദി പ്ലാന്റ് ബോഡി. ബേസ്ഡ് ഓൺ ദെയർ വാൾ തിക്കനിങ്, നമ്മൾ പറഞ്ഞു ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നല്ലേ. അപ്പോൾ ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ആ പാറ്റേൺ അനുസരിച്ച്, ആ വാൾ തിക്കനിങ് അനുസരിച്ച് ട്രക്കീഡ്സിനകത്ത് ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആനുലർ, റിംഗ് ലൈക്ക് deposition, spiral, helical deposition ആണ്. Scalariform means ladder like deposition, reticulate, network and pitted. Wall thickening അനുസരിച്ച് tracheids exhibit different patterns of wall thickening such as annular, spiral, scalariform, reticulate and pitted. ഇവ കാണപ്പെടുന്നത് ഇതിനകത്ത് ആനുലർ ആൻഡ് സ്പൈറൽ കാണപ്പെടുന്നത് പ്രോട്ടോസൈലം ട്രക്കീഡ്സിലാണ്. പ്രോട്ടോസൈലം ട്രക്കീഡ്സിലാണ് ആനുലർ ആൻഡ് സ്പൈറൽ വാൾ തിക്കനിങ് കാണപ്പെടുന്നത്. അതുപോലെ സ്കെലറിഫോം ആൻഡ് റെറ്റിക്കുലേറ്റ് കാണപ്പെടുന്നത് മെറ്റാസൈലം ആൻഡ് സെക്കൻഡറി സൈലം ട്രക്കീഡ്സിനകത്താണ്. മെറ്റാസൈലം ആൻഡ് സെക്കൻഡറി സൈലത്തിനകത്ത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആനുലർ ആൻഡ് സ്പൈറൽ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡെപ്പോസിഷൻ ആണ്. അത് കാണപ്പെടുന്നത് പ്രോട്ടോസൈലത്തിലാണ്. എന്താണ് പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ? യെസ്, ദേ ആർ ദ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലം. മെറ്റാസൈലം മീൻസ് സെക്കൻഡ് ഓർ ലേറ്റർ ഫോംഡ് സൈലമാണ്, പ്രൈമറി സൈലമാണ്. അപ്പോൾ അതിനകത്ത് ആനുലർ ആൻഡ് സ്പൈറൽ കാണുന്നത് പ്രോട്ടോസൈലത്തിലും സ്കെലാരിഫോം ആൻഡ് റെറ്റിക്കുലേറ്റ് കാണപ്പെടുന്നത് മെറ്റാസൈലത്തിലുമാണെന്ന് ഓർക്കുക. മെറ്റാസൈലം ട്രക്കീഡ്സിനകത്താണെന്ന് ഓർക്കുക. Then vessels, second element ആയ vessel, xylem vessels, it is also known as tracheae. They are long cylindrical conducting tubes. End walls are perforated or dissolved. ചില perforations കാണാം നമുക്ക്. Cells appears circular in cross section. സർക്കുലർ ആയിട്ടാണ് അവ ക്രോസ് സെക്ഷനിൽ കാണപ്പെടുന്നത്. They lose their protoplast and become dead due to the deposition of lignin on their secondary wall. ട്രക്കീഡ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവയും ഡെഡ് ആണ് അല്ലേ. പ്രോട്ടോപ്ലാസ്റ്റ് ലോസ് ചെയ്യുന്നു. മെച്യൂർ ആവുന്ന സമയത്ത് പ്രോട്ടോപ്ലാസ്റ്റ് ലോസ് ചെയ്യുന്നു. എങ്ങനെയാണ്? ലിഗ്നിൻ ഡെപ്പോസിറ്റ് ചെയ്ത് സെക്കൻഡറി വാളിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനകത്ത് പ്രോട്ടോപ്ലാസ്റ്റ് നശിക്കുന്നു, അത് ഡെഡ് ആവുന്നു. End wall between adjacent vessel member is a porous plate called perforation plate. Adjacent ആയിട്ടുള്ള വെസൽ മെമ്പേഴ്സ്, തൊട്ടടുത്തുള്ള ഓരോ ട്യൂബ്സിനെയും നമ്മൾ വിളിക്കുന്നത് വെസൽ മെമ്പേഴ്സ് എന്നാണ്. അപ്പോൾ അഡ്ജസന്റ് ആയിട്ടുള്ള വെസൽ മെമ്പേഴ്സിന് അടുത്ത് ജംഗ്ഷനകത്ത് ഒരു പോറസ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, ഹോൾസ് ഉള്ള ചെറിയ ചെറിയ പോൾസ് ഉള്ള പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിലേക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫോറേഷൻ പ്ലേറ്റ്. ഇത് നമുക്ക് എവിടെയാണ് കാണുന്നത്? ട്രക്കിയയിലാണ്, വെസൽസിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ചീഫ് കണ്ടക്ടിങ് എലമെന്റ്സ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് പെർട്ടിക്കുലർലി ഇൻ ആൻജിയോസ്പേം. ആൻജിയോസ്പേംസിനകത്തെ മേജർ ആയിട്ടുള്ള കണ്ടക്ടിങ് എലമെന്റ്, വാട്ടർ ആൻഡ് മിനറൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? വെസൽസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ നീറ്റെയിൽസ്, ഓർഡർ നീറ്റെയിൽസിനകത്തും മേജർ കണ്ടക്ടിങ് എലമെന്റ് ആരാണ്? ജിംനോസ്പേം ആയ നീറ്റെയിൽസ് അല്ലേ, അവിടെയും വെസലാണ് മേജർ കണ്ടക്ടിങ്. Then provide mechanical support to the plants. ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ചീഫ് കണ്ടക്ടിങ് എലമെന്റ്സ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് പെർട്ടിക്കുലർലി ഇൻ ആൻജിയോസ്പേം പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദി പ്ലാന്റ്സ്.
അപ്പോൾ ഇവിടെ നോക്കുക, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് വെസൽ മെമ്പേഴ്സിന്റെ ജംഗ്ഷൻ ആണ്. ഈ ജംഗ്ഷനകത്ത് നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻഡ് വാൾസ് ആർ പെർഫോറേറ്റഡ് ഓർ ഡിസോൾവ്ഡ്. പെർഫോറേഷൻ ചെറിയ ചെറിയ പോൾസ്, ഇതൊക്കെ പോൾസ് ആണ്. ഇവിടെ പ്ലേറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ, പെർഫോറേഷൻ പ്ലേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ചിലതിൽ ഡിസോൾവ്ഡ് ആണ്, അതായത് ഇവിടെ പെർഫോറേഷൻ പ്ലേറ്റിനകത്ത് പോൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ സിംഗിൾ ആയിട്ട് മാത്രം ഒറ്റ ഒരു പോർ, വലിയൊരു പോർ മാത്രം കാണാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ ഡിസോൾവ്ഡ് എന്ന് വിളിക്കും. എൻഡ് വാൾ ഡിസോൾവ്ഡ് ആണെന്ന് പറയും. തിക്കനിങ് ഓഫ് സൈലം വെസൽ എലമെന്റ്സ്. ഇവിടെ ട്രക്കിയിൽ പറഞ്ഞതുപോലെ തന്നെ, ട്രക്കീഡ്സിൽ പറഞ്ഞതുപോലെ തന്നെ സൈലം വെസൽസിനകത്തും എന്തുണ്ട്, തിക്കനിങ് ഉണ്ട്. ഇവിടെ ഡയഗ്രാം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആനുലർ ആൻഡ് സ്പൈറൽ, സ്കെലറിഫോം, റെറ്റിക്കുലേറ്റ്, പിറ്റഡ്. പിറ്റഡ് തന്നെ രണ്ട് ടൈപ്പ്, സിമ്പിൾ ആൻഡ് ബോർഡേഡ് ടൈപ്പ് ഉണ്ട്. ട്രക്കീഡ്സിലാണെങ്കിൽ ബോർഡേഡ് പിറ്റ്സ് ആണ് കാണപ്പെടുന്നത്, നമ്മൾ ഓർക്കുക. വെസൽസിലാണെങ്കിൽ സിമ്പിളും ബോർഡേഡ് ആയിട്ടുള്ളത് കാണാം. ആനുലർ എന്ന് പറയുമ്പോൾ എന്താണ്, റിംഗ് ലൈക്ക്. സ്പൈറൽ എന്ന് പറയുമ്പോൾ ഹെലിക്കൽ ആണ്. സ്കെലറിഫോം ലേഡർ ലൈക്ക്. റെറ്റിക്കുലേറ്റ് മീൻസ് നെറ്റ്വർക്ക് ലൈക്ക്. പിറ്റഡ് ആൻഡ് സിമ്പിൾ പിറ്റഡ് ആൻഡ് ബോർഡേഡ് പിറ്റ്. ഇതുപോലെ തന്നെയാണ് ട്രക്കീഡ്സിനകത്തും വരുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ആനുലർ ആൻഡ് സ്പൈറൽ തിക്കനിങ് നമുക്ക് എവിടെ കാണാം? പ്രോട്ടോസൈലം വെസൽസിനകത്താണ് കാണപ്പെടുന്നത്. സ്കെലറിഫോം ആൻഡ് റെറ്റിക്കുലേറ്റ് കാണപ്പെടുന്നത് മെറ്റാസൈലം വെസൽസിനകത്താണ്. നേരത്തെ ട്രക്കീഡ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ട്രക്കീഡ്സ് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ്? സൈലം ട്രക്കീഡ്സ്, പ്രോട്ടോസൈലം ട്രക്കീഡ്സ് ആണ് അല്ലേ. മെറ്റാസൈലം ട്രക്കീഡ്സിനകത്ത് സ്കെലറിഫോം ആൻഡ് റെറ്റിക്കുലേറ്റ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓർക്കുക. ആനുലർ, നമ്മൾ ഓർത്തു വെക്കാൻ ഇത്രയേ ഉള്ളൂ. ആനുലർ റിംഗ് ലൈക്ക് ഡെപ്പോസിഷൻ ഫോം ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ. അപ്പൊ പ്രോട്ടോസൈലത്തിനകത്ത് ആനുലർ ആൻഡ് സ്പൈറൽ സിമ്പിൾ ആയിട്ടുള്ള ഡെപ്പോസിഷൻ ആണ്. പിന്നീട് കോംപ്ലക്സ് ആയിട്ട് വരുന്നതാണ് സ്കെലറിഫോം ആൻഡ് റെറ്റിക്കുലേറ്റ്. അത് കാണുന്നത് മെറ്റാസൈലത്തിനകത്താണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെസൽസ്. വെസൽസ് നമുക്ക് ഇവിടെയൊക്കെ കാണാം. വെസൽസ് ആർ കോമൺ എമംഗ് ആൻജിയോസ്പെർം. ആൻജിയോസ്പെർമിന്റെ ഫീച്ചർ ആണ് വെസൽസ് എന്ന് പറയുന്നത് അല്ലേ. ജനറലി ആബ്സെന്റ് ഇൻ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെർം. ലോവർ ഡിവിഷനായ ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പെർമിനകത്തും നമുക്ക് വെസൽസ് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. They have been reported in some pteridophytes such as Selaginella, Marsilia, Pteridium and Equisetum. Exceptional case ഉണ്ടല്ലേ. ജനറലി ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പെർമിനകത്തും വെസൽസ് കാണുന്നില്ല. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. സെലാജിനല്ല, മാർസീലിയ, ടെറിഡിയം, ഇക്വിസിറ്റം പോലുള്ള ടെറിഡോഫൈറ്റ്സിനകത്ത് വെസൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഓൾസോ റിപ്പോർട്ടഡ് ഇൻ ജിംനോസ്പെർം സച്ച് ആസ് നീറ്റം, എഫിഡ്ര, വെൽവീഷ്യ. നീറ്റം, എഫിഡ്ര, വെൽവീഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഓർഡർ നീറ്റെയിൽസിൽ വരുന്നതാണ് നീറ്റം, എഫിഡ്ര, then വെൽവീഷ്യ. ഇൻ ജിംനോസ്പെർംസ് വുഡ് ഈസ് കോമൺലി കോൾഡ് നോൺ പോറസ്. നോൺ പോറസ് ആണ്, അതായത് വെസൽസ് ജിംനോസ്പെർമിനകത്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവയിൽ വുഡ്, നമ്മൾ സൈലം വുഡ് അല്ലെ, വുഡ് ഫോം ചെയ്യുന്നത് സൈലം വെസൽസിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സൈലം വെസൽസ് അല്ല, സൈലം ഫൈബേഴ്സിൽ നിന്നാണ് വുഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൈലം വുഡ് ഇസ് commonly called non-porous in gymnosperm. In angiosperm wood is porous. അത്രയൊന്നും നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓർത്തു വെക്കുക, ജിംനോസ്പെർമിനകത്ത് വെസൽസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ വുഡിനെ നമ്മൾ നോൺ പോറസ് വുഡ് എന്ന് വിളിക്കുന്നു. ആൻജിയോസ്പെർമിനകത്ത് വെസൽസ് പ്രസന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വുഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോറസ് ആയിട്ടുള്ള വുഡാണ്. Then porous wood may be diffused porous or ring porous. ഈ പോറസ് വുഡിനെ തന്നെ, ആൻജിയോസ്പെർമിലെ വുഡ് പോറസ് ആണെന്ന് പറഞ്ഞു അല്ലെ. പോറസ് വുഡിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിഫ്യൂസ് പോറസ് ഓർ റിംഗ് പോറസ് വുഡ്. എന്താണ് ഡിഫ്യൂസ് പോറസ് എന്ന് വെച്ചാൽ വെസൽസ് സ്കാറ്റേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. റിംഗ് പോറസിനകത്ത് വെസൽസ് അറേഞ്ച്ഡ് ഇൻ എ കോൺസെൻട്രിക് റിംഗ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then xylem fibers. മൂന്നാമത്തെ എലമെന്റ് ആയ xylem fibers is also known as wood fibers. Wood fibers. They are sclerenchyma fibers. Sclerenchyma cells-നെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. Seen in association with the xylem. They are also called wood fibers.
അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? വുഡ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നു. ദേ ആർ ഇലോങ്ങേറ്റഡ്, ടെർമിനലി ടാപ്പറിംഗ് ആൻഡ് തിക്ക് വാൾഡ് ഡെഡ് സെൽസ് വിത്ത് ലിഗ്നിഫൈഡ് സെക്കൻഡറി വാൾ. ഇതിനകത്തും ഡെഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, സൈലത്തിനകത്ത് ഈ സെൽസിനകത്ത് എന്തുണ്ട്? ലിഗ്നിഫിക്കേഷൻ നടന്നിട്ടുണ്ട് അല്ലേ? Then xylem fibers are of two types, fiber tracheids and libriform fibers. Fiber tracheids and libriform fibers. ഇതിനകത്ത് libriform fibers ആണ് ട്രൂ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഈ ഫൈബർ ട്രക്കീഡ്സ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫോം ആണ്. നെക്സ്റ്റ് വൺ is xylem parenchyma. ലാസ്റ്റ് എലമെന്റ് ആണ്. 4 എലമെന്റ്സിൽ ലിവിങ് ആയിട്ടുള്ള ഒരേ ഒരു എലമെന്റ് ആണ് സൈലം പാരൻകൈമ. ബാക്കിയുള്ളവയൊക്കെ യങ്ങർ സ്റ്റേജിൽ ലിവിങ് ആണ്, പിന്നീട് സെക്കൻഡറി വാൾ ഫോം ചെയ്ത് ലിഗ്നിഫിക്കേഷൻ നടന്ന് ഡെഡ് ആവുകയാണ് ചെയ്യുന്നത്. സെൽസ് ആർ തിൻ വാൾഡ് ആൻഡ് നോൺ ലിഗ്നിഫൈഡ് ഇൻ പ്രൈമറി സൈലം ബട്ട് ലിഗ്നിഫൈഡ് ഇൻ സെക്കൻഡറി സൈലം. സെക്കൻഡറി സൈലത്തിനകത്ത് ലിഗ്നിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ബട്ട് പ്രൈമറി തിൻ വാൾ ആണ്, നോൺ ലിഗ്നിഫൈഡ് ആണ്. In secondary xylem of angiosperms, parenchyma cells are radially arranged, forming the medullary rays or radial parenchyma. എങ്ങനെയാണ് medullary rays ഫോം ചെയ്യുന്നത്? Yes, parenchyma cells are radially arrange ചെയ്തിട്ടാണ് medullary rays ഫോം ചെയ്യുന്നത്. അപ്പോൾ സൈലം പാരൻകൈമയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അവയുടെ ഫംഗ്ഷൻ എന്താണ്? കൺസേൺഡ് വിത്ത് ദ അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, സ്റ്റോറേജ് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. സെക്കൻഡറി സൈലത്തിനകത്ത് ലിഗ്നിഫൈഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? അവിടെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് നിൽക്കും. ദെൻ മെഡുലറി റേസ് ഹെൽപ്പ് ഇൻ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. മെഡുലറി റേസ് ഹെൽപ്പ് ഇൻ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. സാധാരണ ബാക്കിയുള്ളവയ്ക്ക് എങ്ങനെയാണ്? അപ്വേർഡ് കണ്ടക്ഷൻ ആണല്ലേ. മെഡുലറി റേസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? റേഡിയൽ കണ്ടക്ഷൻ. റേഡിയലി വാട്ടർ ആവശ്യമായി വരുന്ന സമയത്ത് റേഡിയൽ കണ്ടക്ഷൻ നടത്തുന്നത് ആരാണ്? മെഡുലറി റേസ് ആണ്. മെഡുലറി റേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക സൈലം പാരൻകൈമയിൽ നിന്നാണ് ഇപ്പോൾ ഫോം ചെയ്യുന്നത് അല്ലേ. ദെൻ ദ പാരൻകൈമ പ്രസന്റ് ഇൻ ദ സെക്കൻഡറി സൈലം ഈസ് ഓഫ് ടു ടൈപ്സ്. Parenchyma present in secondary xylem is of two types, wood parenchyma and ray parenchyma. Wood parenchyma is formed by the fusiform cambial initials. Ray parenchyma is formed from ray initials of cambium. Both of these cells are living and have thin wall. ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്? ഫ്യൂസിഫോം കാമ്പിയൽ ഇനീഷ്യൽസിൽ നിന്നാണ് വുഡ് പാരൻകൈമ ഫോം ചെയ്യുന്നത്. റേ ഇനീഷ്യൽസ് ഓഫ് കാമ്പിയത്തിൽ നിന്നാണ് റേ പാരൻകൈമ ഫോം ചെയ്യുന്നത്. രണ്ടും എന്താണ്? ലിവിങ് ആയിട്ടുള്ള തിൻ വാളുള്ള സെൽസ് ആണ്. ഇത്രയുമാണ് സൈലത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമുക്ക് സമ്മറൈസ് ചെയ്യാം. എന്താണ് സൈലം? എന്താണ്? ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണ് സൈലം. മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസിന്റെ കണ്ടക്ഷൻ ആണ് സൈലത്തിന്റെ ഫംഗ്ഷൻ. സൈലത്തിനകത്ത് മേജർ ആയിട്ട് 4 എലമെന്റ്സ് ആണുള്ളത്. ട്രക്കീഡ്സ്, സൈലം ട്രക്കീഡ്സ്, സൈലം വെസൽസ്, സൈലം പാരൻകൈമ ആൻഡ് സൈലം ഫൈബേഴ്സ്. ഇതിനകത്ത് സൈലം പാരൻകൈമ ഒഴികെ ബാക്കി 3 എലമെന്റ്സും എന്താണ്? ഡെഡ് ആണ്. ഡെഡ് ആണെന്ന് പറയുമ്പോൾ യങ്ങർ സ്റ്റേജിൽ ലിവിങ് ആണ്. സെക്കൻഡറി വാൾ ഫോം ചെയ്ത് അതിനകത്ത് ലിഗ്നിഫിക്കേഷൻ, ലിഗ്നിൻ ഡെപ്പോസിഷൻ നടന്ന് അവയുടെ പ്രോട്ടോപ്ലാസ്റ്റ് ലോസ്റ്റ് ചെയ്ത് അവ ഡെഡ് ആവുന്നു. സൈലൻ പാരൻകൈമ ത്രൂ ഔട്ട് ലിവിങ് ആണ്. ദേ തിൻ വാൾഡ് ആയിട്ടാണ് ഉള്ളത്. വുഡ് പാരൻകൈമ, റേ പാരൻകൈമ ഉണ്ട്. റേഡിയൽ കണ്ടക്ഷന് സഹായിക്കുന്നത് മെഡുലറി റേസ് ആണ്. പിന്നെ എന്താണ് ഓർക്കേണ്ടത്? ട്രക്കീഡ്സിന് ടാപ്പറിംഗ് എൻഡ് ആണ് അല്ലേ. അതിനകത്ത് നമുക്ക് ബോർഡേഡ് പിറ്റ്സ് ആണ് ട്രക്കീഡ്സിനകത്ത് കാണുന്നത്. വെസൽസിനകത്താണെങ്കിൽ സിമ്പിൾ പിറ്റ്സും ബോർഡേഡ് പിറ്റ്സും നമുക്ക് കാണാം. സൈലം ഫൈബറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് ഫൈബർ. ഇവ എന്താണ്? സൈലം വെസൽസ് ആണ് ആൻജിയോസ്പേമിലെ മേജർ കണ്ടക്റ്റിംഗ് സെൽസ്. ട്രക്കീഡ്സ് ആണ് ആൻജിയോസ്പേമിലെ മേജർ കണ്ടക്റ്റിംഗ് സെൽസ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.